ഞാൻ ദീപ സന്തോഷ്. ഞാൻ പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ EI കോർഡിനേറ്ററും പിന്നെ പാരന്റിംഗ് കോർഡിനേറ്ററുമാണ്. ഇതെന്റെ 3ാമത്തെ വർഷമാണ് പീസ് ഇന്റർനാഷണൽ സ്കൂൾ. 3ാമത്തെ വർഷം. മാധ്യമങ്ങളിലും അതേപോലെ പിന്നെ പീസുകളിൽ നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ മെയിനായിട്ട് വരുന്നൊരു ആരോപണം അവിടെ മതസ്പർദ്ധ പഠിപ്പിക്കുന്നുണ്ടെന്നാണ്. മാത്രമല്ല ഒരു മതപരിവർത്തന കേന്ദ്രമാണ്. 3 വർഷമായിട്ട് മാഡത്തിന് അങ്ങനത്തെ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. എന്നോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഇംഗ്ലീഷാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്ലാം മതത്തിന്റെ പറ്റി എനിക്ക് പൊതുവെ ഒരു ധാരണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഒരാൾക്ക് ഊഹിച്ചാൽ പോരെ. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ അജണ്ട. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ സിലബസുകളില് പിന്നെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന സിലബസ് ഉണ്ട് എന്നുള്ളതാണ് ആരോപണം. മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാഡത്തിന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പീസിൽ പഠിപ്പിക്കാൻ പോയപ്പോഴാണ് ഒരു വ്യത്യസ്തമായ അനുഭവം. എന്ന് വെച്ചാൽ ബാക്കി സ്കൂൾസിലെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് ടീച്ചേഴ്സ് വെറുതെ ഒരു പർട്ടിക്കുലർ സിലബസ് പഠിപ്പിക്കും. നമ്മൾ ഫോളോ ചെയ്യുന്നത് NCERT സിലബസ് തന്നെയാണ്. പക്ഷെ വേറെ ഏതെങ്കിലും സ്കൂൾസിലാണെങ്കിൽ അവർ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യും, ക്ലാസ് റീഡ് ചെയ്യും, പിള്ളേർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ ന്യൂ വേർഡ്സ് പറഞ്ഞു കൊടുക്കുമായിരിക്കും, അങ്ങനെ. പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ എന്ന് വെച്ചാൽ ബിൽഡിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഒരു പർട്ടിക്കുലർ ലെസൺ എടുക്കുകയാണെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വച്ചിട്ടാണ് നമ്മൾ ഐദർ ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും കാണിച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പിള്ളേരോട് റോൾ പ്ലേ എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് ആ പിള്ളേര് ആ സ്റ്റോറി അവർക്ക് മനസ്സിലായ രീതിയിൽ അവരൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോറിനെ അവർ റോൾ പ്ലേ ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ ഒരു ക്രിയേറ്റീവ് സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. ബിക്കോസ് അവർ അറിഞ്ഞിരിക്കണം ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്, ന്യൂ വേർഡ്സ് എന്താണ്, ഇതൊക്കെയാണ്. അപ്പൊ ലാസ്റ്റിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് ഈ ലെസനാണ് നമ്മൾ എടുക്കാൻ പോണേ. അതായത് ഞാൻ വായിക്കോ ഇല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് വായിപ്പിക്കോ ഇല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ വേറെ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിപ്പിക്കുകയാണ്. അപ്പൊ ഒരിക്കലും മതമല്ല, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ലെസൺ എടുക്കുകയാണെങ്കിൽ അത് വെറുതെ ഒരു ലെസൺ എടുക്കുകയല്ല, ആ ലെസണിൽ എന്തെങ്കിലും വാല്യൂസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് മസ്റ്റായിട്ട് പറയണം എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷനും ഒരു ഗൈഡൻസും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഏത് ലെസൺ എടുക്കുകയാണെങ്കിലും ആ ലെസണിൽ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കും. എല്ലാ ലെസൺസും NCERT ഉണ്ടാക്കിയിരിക്കണേ വിത്ത് വാല്യൂസ് ആണ്. അപ്പൊ ആ വാല്യൂസ് നമ്മളുടെ പിള്ളേർക്ക് മനസ്സിലായിരിക്കണം. ലെസൺ മാത്രമല്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമല്ല പഠിക്കണ്ടേ. ആ ഒരു ലെസണിൽ അവർക്ക് എന്തെങ്കിലും ഒരു അനുഭവമോ ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു വാല്യൂ കിട്ടുവാണെങ്കിൽ നമ്മുടെ ലേണിംഗ് കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് തോന്നും. പിന്നെ ഒരു മതപരിവർത്തന കേന്ദ്രമാണ് എന്നതാണ് വേറെ ആരോപണം. ടീച്ചറ് മാഡം 3 വർഷമായി അവിടെ ജോലി ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഒരുപാട് കുട്ടികൾ, 6ഓളം കുട്ടികൾ മതപരിവർത്തനം ചെയ്തു. ഈ 2 കുട്ടികൾ മാത്രമേ, അതായത് മുസ്ലിങ്ങളല്ലാത്ത കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. 6 കുട്ടികൾ പിന്നെ ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ടായിരുന്നു. ഇനി 2 കുട്ടികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളൂ. ടീച്ചർക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഒരിക്കലും തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു കസ്റ്റമോ റിലീജിയൻ ഫോളോ ചെയ്യാൻ വളരെ ഫ്രീഡം ആയിരുന്നു. പ്രിൻസിപ്പൽ മാഡം ആയാലും അഡ്മിനിസ്ട്രേഷനിലായാലും HODs ആയാലും നമുക്കൊരു പർട്ടിക്കുലർ റിലീജിയൻ ഉണ്ട്, ഒരു പർട്ടിക്കുലർ കസ്റ്റം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ ഓണത്തിന് തന്നെ ഞങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ ഇവര് ഓണമല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് സാരി. അപ്പൊ മാഡം ചോദിക്കും നിങ്ങൾക്ക് ഓണമാണല്ലോ, നിങ്ങളുടെ എവിടെയാണ് കേരള സാരി, എവിടെയാണ് അതൊക്കെ വേണം, അങ്ങനെയല്ലേ, നിങ്ങൾക്ക് നാണക്കേടില്ലേ എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ന് വെച്ചാൽ ആ പിള്ളേർക്കും അറിഞ്ഞിരിക്കണം ഓണം ഉണ്ട്, വിഷു ഉണ്ട്, അങ്ങനെ വേറെ വേറെ ദിവാലി ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധം തന്നെയാണ് സ്കൂളിൽ. ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല.
ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു എല്ലാ ദിവസവും രാവിലെ എനിക്ക് സ്പീച്ചിലേക്ക് പോകണം എന്നുള്ള ഒരു അനുഭവം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഒരിക്കലും മതത്തില് നമുക്കൊരു വ്യത്യസ്തത ഒന്നും കാണിച്ചിട്ടില്ല. അല്ല, ശരിക്കും ഇപ്പൊ ഏത് ടീച്ചറിനോട് ചോദിച്ചാലും അവർ ഇതേ പറയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ അങ്ങനെയാണ്, നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡമാണ്. അപ്പൊ നമ്മളുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും, അപ്പൊ ഇങ്ങനെയല്ല ഈ പിള്ളേർ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണ്ടേ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ മാം എന്തായാലും ഓഫ്കോഴ്സ് അവരും അറിഞ്ഞിരിക്കണം. അപ്പൊ ദീപ ഒരു ക്ലാസ് കൊടുക്കും, ഇല്ലെങ്കിൽ അവർ അവയർനെസ് കൊടുക്കും. അങ്ങനെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഒരിക്കലും ആ കൊച്ചിനോട് അങ്ങനെ നമുക്ക് സലാം പറയാൻ ഇഷ്ടമല്ല, ഗുഡ് മോർണിംഗ് പറയുകയാണെങ്കിലും അതും അവർക്കൊരു പ്രശ്നമല്ല. ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരിക്കലും പറയരുത്, ഇല്ലെങ്കിൽ സലാം മാത്രം പറയരുത്, പറയാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടില്ല. വളരെ ഭീകരമായ രൂപത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ആടപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് അങ്ങനെ വാർത്ത പടച്ചുണ്ടാക്കുന്ന മാധ്യമങ്ങളോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? വളരെ ഒരു വിഷമമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ പിള്ളേരുടെ ഫ്യൂച്ചർ, നമ്മളുടെ പിള്ളേരെന്ന് വെച്ചാൽ എന്റെ വീട്ടിലുള്ള പിള്ളേരുടെ പോലെ തന്നെയാണ് നമുക്ക് അവിടെ ഉള്ള എല്ലാ പിള്ളേരും. അപ്പൊ അവരുടെ ഒരു ഫ്യൂച്ചർ ബാധിക്കുന്ന കാര്യം ഈ ബിഹൈൻഡ് ദ സീൻസ് കളിക്കുന്ന ആൾക്കാർ ആലോചിക്കുന്നില്ലേ? അവർക്കും പിള്ളേരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ, ഇത്രയും പിള്ളേരെ ഫ്യൂച്ചർ അറ്റ് സ്റ്റേക്ക് ഇട്ടിട്ട് അവര് ഇങ്ങനത്തെ ഒരു കളി കളിക്കണ്ടല്ലോ എന്ന് ഭയങ്കര വിഷമമാണ്. ശരിക്കും ഭയങ്കര വിഷമമാണ്. എന്ന് വെച്ചാൽ നമ്മളെ പിള്ളേരെ അവര് 10th ബോർഡ് എക്സാം ഇങ്ങനെ എഴുതണം, അവർക്ക് ഇത് നമ്മൾ ഇപ്പൊ തന്നെ ഒരു ട്രെയിനിങ് കൊടുത്താലേ അവര് അത് ചെയ്യുള്ളൂ, അവരിങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം. ആക്ച്വലി നമ്മുടെ പിള്ളേര് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും ഭയങ്കര ഓപ്പൺ ആണ്, ക്രിയേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരിക്കലും ഒരു ടീച്ചറും ഒരിക്കലും അവരെ തടസ്സപ്പെടുത്തിയിട്ടില്ല, ഒന്നുമില്ല. അവർക്ക് ഭയങ്കര ഫ്രീഡമാണ്. ഇൻഫാക്ട് അവര് തന്നെ നമ്മളൊരു പർട്ടിക്കുലർ പ്രോഗ്രാം ചെയ്യണം, നിങ്ങൾ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ എന്തായാലും ദേ വിൽ കം ഔട്ട് വിത്ത് ദ ബെസ്റ്റ്. അപ്പൊ അങ്ങനത്തെ ഇത്രയും ടാലന്റഡ് പിള്ളേരുടെ ഫ്യൂച്ചർ സ്റ്റേക്കിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. ആരെങ്കിലും വന്ന് ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അവർ ചോദിക്കും എന്നോട്, ഇതാണോ നിങ്ങളുടെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഞാനാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്, അപ്പൊ എത്രമാത്രം ഇസ്ലാം എനിക്ക് പഠിപ്പിക്കാം, നിങ്ങളുടെ പിള്ളേരെ അങ്ങനത്തെ ഒരു ടീച്ചറിന്റെ അടുത്ത് നിങ്ങൾ വിടുവോ എന്ന് എല്ലാ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. രക്ഷിതാക്കളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ഈ ആകാംക്ഷകളുമുള്ള രക്ഷിതാക്കൾക്കുണ്ടോ? അവരോട് ആരെങ്കിലും ഇത്തരത്തില് മാഡം എന്താണ് അവരോട് പറയാറുള്ളത്? അവരെന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. എന്താണ് ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾക്കറിയാം എനിക്കറിയാം, കുറെ നോൺ മുസ്ലിം ടീച്ചേഴ്സ് ഉണ്ട്, അവര് എല്ലാ ടൈപ്പ് സബ്ജക്ട്സ് പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം. അതും ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ സ്കൂളിലെ ടാലന്റഡ് ടീച്ചേഴ്സ് ആണ്, ക്രിയേറ്റീവ് ടീച്ചേഴ്സ് ആണ്, ഈച്ച് വൺ ബെറ്റർ ദാൻ ദ ബെസ്റ്റ് ആണ്. അതുപോലത്തെ ടീച്ചേഴ്സ് ആണ്. പല സ്കൂൾസിൽ നിന്ന് വന്നേക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന ഇവിടുത്തെ അനുഭവം എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ ബെസ്റ്റ്. അപ്പൊ ബാക്കി സ്കൂൾസിൽ വർക്ക് ചെയ്തിട്ട് അവരിവിടെ വരുമ്പോൾ അവർ പറയും ദിസ് ഇസ് റിയലി ദ ബെസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് സൈഡും കൊണ്ടുവരാം, നമുക്കും ആയിട്ട് എവ്രി വൺ ഇസ് ഗിവൻ ചാൻസ് ഇൻ സ്കൂൾ.